ഹായ് ഹലോ കാറ്റത്തിക്കിളിക്കൂടിൻ്റെ പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഭാസ്കരൻ്റെ ആദ്യ ഭാര്യ മരിച്ചുപോയെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. അങ്ങനത്തെയാണ് ഇതുവരെ കഥ സ്റ്റോറിയും പോയത്. എന്നാൽ സുധീഷിൻ്റെയും സുഭാഷിൻ്റെയും ഹരീഷിൻ്റെയും അമ്മയായ ഭാസ്കരൻ്റെ ആദ്യ ഭാര്യ മരിച്ചിട്ടില്ല. അവർ തിരികെ വരുന്നതും പിന്നെയുള്ള ത്രില്ലിംഗ് എപ്പിസോഡിൻ്റെ ഒരു എപ്പിസോഡാണ് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കേൾക്കാൻ ശ്രമിക്കണേ. അങ്ങനെ നികേഷിൻ്റെ സങ്കടം കണ്ട് നികേഷിന് അമ്മയെ കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. അമ്മ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് മനസ്സിലാക്കിയ നിധി ഭാസ്കരനോട് ചോദിക്കുന്നുണ്ട്. അച്ഛനറിയാലോ അവരെവിടെയാ ഉള്ളതെന്ന്. ഞാനൊന്നൊരിക്കൽ കണ്ടത് അവൻ്റെ അമ്മയെ തന്നെയാണ്. പക്ഷേ അവന് ഒരുപാട് ആഗ്രഹമുണ്ട് അവൻ്റെ അമ്മയെ കാണാൻ. അച്ഛനറിയെങ്കിൽ അവന് അവൻ്റെ അമ്മയെ ഒന്ന് കാണിച്ചൂടെ? ആര് പറഞ്ഞു? എനിക്കറിയാമെന്ന്. അവരെക്കുറിച്ച് നീ ഒരക്ഷരം മിണ്ടരുത്. എന്നെ ഉപേക്ഷിച്ച് ഇവിടുന്ന് പോയതാ. അച്ഛനെ പേടിച്ചിട്ട് ഓടിക്കളഞ്ഞെന്നാണല്ലോ നാട്ടുകാർ പറയുന്നത്. നാട്ടുകാരങ്ങനെ പലതും പറയും. അതുപോലെയാണ് സംഭവിച്ചതെന്ന് നിനക്കറിയോ എന്ന് ചോദിക്കുന്നുണ്ട്. ഓഫീസിലേക്ക് പോകുന്ന വഴിയിൽ വീണ്ടും നികേഷിൻ്റെ അമ്മയുമായിട്ട് കണ്ടുമുട്ടാണ്. അതോടുകൂടെ അവരുടെ താമസ സ്ഥലം കണ്ടുപിടിക്കണമെന്ന് നിധി മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ അവരെ ഫോളോ ചെയ്ത് അവരെവിടെയാണ് താമസിക്കുന്നതെന്ന് കണ്ട് മനസ്സിലാക്കി സുധീഷുമായിട്ട് അവിടേക്ക് വരുന്നുണ്ട്. നികേഷിൻ്റെ അമ്മ ഭാസ്കരൻ പറഞ്ഞ പോലെ അവരൊരു ഫ്രോഡായിരിക്കും. അവർ ആ ഒരു ഭർത്താവുമായിട്ട് താമസം തുടങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ ആ സമയം ഒരു ഒളിവിൽ താമസിക്കാൻ ഒരു വീട് കിട്ടണം, കുറച്ച് പണം എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കണം. അതിനും കൂടിയായിട്ട് നിധിയും സുധീഷും നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കൂടെയുണ്ടെന്നൊക്കെ പറയുമ്പോൾ അവരുടെ കൂടെ പോകാൻ തയ്യാറാവാണ്. വീട്ടിലെത്തിയ നികേഷ് അമ്മയെ കണ്ടതും വളരെ സന്തോഷമാവുന്നുണ്ട്. എന്നാൽ ഭാസ്കരൻ നിധിക്ക് നേരെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. നിനക്ക് എന്തിൻ്റെ സൂക്കേടാണ്? എന്തിനാ ഇവളെയും കൂട്ടി ഇങ്ങോട്ട് വന്നത്? നോക്ക്, നീ ഇതിനെ അനുഭവിക്കും. ഇവള് ആരാണ് എന്താണെന്ന് നിനക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഭാസ്കരൻ വന്നിട്ട് അവരോട് പറയും, എന്തിനാടി നീ വീണ്ടും ഇങ്ങോട്ട് വന്നത്? ഇവിടുത്തെ സ്വസ്ഥയും സമാധാനം കളയാനാണോ? ഭാസ്കരേട്ടന് ഇപ്പോഴും എന്നുള്ള ദേഷ്യം മാറിയില്ലേ? എന്നാൽ 2-3 ദിവസം കൂടെ നിൽക്കുമ്പോൾ നികേഷിൻ്റെ അമ്മയുടെ സ്വഭാവത്തിൽ എന്തൊക്കെയോ ഒരു പന്തിക്കേടുണ്ടെന്ന് നിധി മനസ്സിലാക്കാണ്. അങ്ങനെ ആ വീട്ടിലെ പണം എടുത്തുകൊണ്ട് പോവാൻ ശ്രമിക്കുന്ന നികേഷിൻ്റെ അമ്മയെ കൈയോട് പിടിക്കുന്നുണ്ട് നിധി. ഭാസ്കരൻ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഇവരൊരു ഫ്രോഡാണെന്ന് നിധിയും എല്ലാവരും മനസ്സിലാക്കുക. ഏട്ടത്തി, ഇങ്ങനൊരു അമ്മയാണെങ്കിൽ എനിക്ക് വേണ്ടായിരുന്നു, എനിക്ക് കാണേണ്ടായിരുന്നു എന്ന് നികേഷും പറയാണ്. ആ ഒരു പ്രശ്നങ്ങൾക്ക് ശേഷമാട്ടോ അടുത്ത സ്റ്റോറിയായിട്ട് ഇത് വരുന്നത്. സുഭാഷും ഹരീഷും എല്ലാവരും കരുതിയത് തങ്ങളുടെ അമ്മ മരിച്ചുപോയി, അച്ഛൻ കൊന്നെന്നൊക്കെ നാട്ടുകാർ പറയുന്നത്. അതിൻ്റെ സത്യാവസ്ഥ ഇതുവരെ ആർക്കും അറിയില്ല എന്ന് തന്നെയാട്ടോ അവർ മനസ്സിലാക്കുന്നത്. അങ്ങനെ എല്ലാവരും ജോലിക്കും നിധി ഓഫീസിലേക്കും പോകുന്ന സമയത്ത് ഭാസ്കരൻ പഴയൊരു ബോക്സ് തുറന്നു നോക്കുന്നുണ്ട്. അതിൽ നിന്ന് ധൃതിയിൽ എന്തൊക്കെയോ തപ്പിയെടുത്തോണ്ട് പുറത്തേക്ക് പോവാണ്. എന്നാൽ തൻ്റെ ഫോൺ മറന്നു വെച്ച നിധി അങ്ങോട്ട് വരുന്നുണ്ട്. അച്ഛൻ അകത്ത് കയറി തപ്പുന്നതെല്ലാം അവൾ കാണുന്നുണ്ട്. എന്താ ഇത്ര ധൃതിയിൽ? തന്നെ കണ്ടപ്പോൾ വല്ലാതെ വെപ്രാളവും. മോളെന്താ ഓഫീസിലിരിക്കാത്തത്? അത് പിന്നെ ഞാൻ എൻ്റെ ഫോൺ എടുക്കാൻ മറന്നു. എന്നാൽ ഫോൺ എടുത്തിട്ട് പെട്ടെന്ന് പോകാൻ നോക്കെന്ന് പറഞ്ഞ് ഭാസ്കരം സൈക്കിൾ എടുത്തുകൊണ്ട് പോവാണ്. എന്താ അച്ഛൻ എന്നെ കണ്ടപ്പോൾ മറച്ചത്? എന്തായിരിക്കും അകത്തുനിന്ന് എടുത്തുകൊണ്ട് പോയത് എന്നൊരു ചോദ്യം നിധിയുടെ മനസ്സിലുണ്ട്. അവൾ അകത്തേക്ക് കയറി ആ ബോക്സിൽ നിന്ന് നോക്കുന്ന സമയത്ത് അവിടെ ഭാസ്കരനും അവരൊക്കെ തമ്മിലുള്ള വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഫോട്ടോ ഒക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇത്തരം ഫോട്ടോകളൊന്നും അന്ന് പഴയ ഫോട്ടോയുടെ കൂടെ ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് നിധി ചിന്തിക്കാണ്. അതിൽ ഒരു ചെറിയ ബുക്കിലായിരുന്നു. അതിൽ അഡ്രസ്സ് കണ്ടതും നിധിക്ക് വല്ലാതെ സംശയമാവാണ്. തൻ്റെ നാട്ടിലുള്ള ഒരു അഡ്രസ്സാണ് കേട്ടോ. ആ ഒരു സ്ഥലവും പേരും ഒക്കെ തെക്കലയിലുള്ള ആ ഒരു സ്ഥലവും പേരൊക്കെ കേട്ടോ. ഇതെങ്ങനെ ഇവിടെ ഇനിയിപ്പോൾ ആരാ ഉള്ളത് ഈ ഒരു സ്ഥലത്ത്? അച്ഛന് പരിചയക്കാരാരെങ്കിലും അഡ്രസ്സ് ആയിരിക്കോ എന്നെല്ലാം ചിന്തിച്ച് അതവിടെ തന്നെ വെച്ച് നിധി ഓഫീസിലേക്ക് പോവുക. അവളുടെ മനസ്സിലും ആ ഒരു ചോദ്യമാണ്. അച്ഛൻ അമ്മയെ കൊന്നു കാണുമോ? പിന്നെ എങ്ങനെയാ ഇതുവരെ എവിടെയാണ് അമ്മയെ മറവ് ചെയ്തതെന്ന് പോലും പറഞ്ഞിട്ടില്ല. എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക അന്ന്? എന്തോ ഒരു സത്യം അവിടെ ഉണ്ട്. അച്ഛന് ഒരുപാട് ടെൻഷനുണ്ട്, അത് കണ്ടുപിടിക്കണമല്ലോ. അതെല്ലാം ആലോചിച്ച് നിധി ഇങ്ങനെ ടെൻഷനോടെ ഇരിക്കുന്ന സമയത്ത് അവളെ കൂട്ടുകാർ വരുന്നത്. എന്താ നിധി, വലിയ ആലോചനയാണല്ലോ? ഒന്നുമില്ല, രണ്ടുപേരും കൂടെ ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോവാണ്. പിറ്റേന്ന് രാവിലെയും
നിധി ഓരോന്ന് ആലോചിക്കാലോ. എന്നിട്ടിങ്ങനെ സുഭാഷ് ചേട്ടനോട് ചോദിക്കുന്നുണ്ട്, അല്ല സുഭാഷ് ചേട്ടാ, അമ്മയുടെ ബോഡി കണ്ടിരുന്നോ സുഭാഷ് ചേട്ടൻ? ഏയ് ഇല്ല, അതൊക്കെ 10-25 വർഷം മുമ്പല്ലേ അമ്മ മരിച്ചത്. പിന്നെ പിന്നെ എവിടെയാ അമ്മയെ എന്താ സംഭവിച്ചത്? അതൊന്നും എനിക്കറിയത്തില്ല. അന്ന് എന്തൊക്കെയോ എവിടെയോ കൊണ്ടുപോയി സംസ്കാരം ചെയ്തെന്നോ അച്ഛൻ കടലിൽ താഴ്ത്തിയെന്നോ എന്നൊക്കെയാണ് ആളുകൾ പറഞ്ഞത്. പക്ഷേ പിന്നെ എങ്ങനെ അച്ഛനെ പോലീസ് ശിക്ഷിച്ചത്? അന്ന് അന്ന് ഇത്രയും വലിയ സംവിധാനമൊന്നും ഇല്ലായിരുന്നല്ലോ. അച്ഛൻ്റെ പേരിൽ എല്ലാവരും കേസെടുത്തു. എന്നിട്ട് അച്ഛനോട് ആ ഒരു ബോഡി എവിടെയായിരുന്നു ചോദിച്ചപ്പോൾ ഞാൻ കടലിൽ ഒഴുക്കി കളഞ്ഞെന്നൊക്കെ അച്ഛൻ പറഞ്ഞത്. എല്ലാവരും കൂടെ അച്ഛനെ അടിച്ചേൽപ്പിച്ച അച്ഛൻ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സുഭാഷ് പറയുമ്പോൾ നിധിയും പറയും, അതെ, അച്ഛൻ അമ്മയെ ഒരുപാട് സ്നേഹിച്ചിരുന്നു, ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് ഉറപ്പാണെന്ന് നിധിയും പറയാട്ടോ. അവളുടെ മനസ്സിൽ എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ ഇങ്ങനെ ഉരുണ്ട് കൂടുന്നുണ്ട്. അങ്ങനെ നിധിയുടെ സംശയങ്ങൾ ബലപ്പെട്ടു പോവാണ്. 2 ദിവസം കഴിയുമ്പോൾ രാവിലെ ഏഴ് നിധി കാണുന്നത് ഉമ്മറത്ത് സാരി പുതച്ചുകൊണ്ട് ഒരു സ്ത്രീ നിൽക്കുന്നതാണ്. ഭാസ്കരൻ കട്ടിലിൽ നല്ല ഉറക്കാട്ടോ. അവിടേക്ക് വന്ന നിധി ചോദിക്കും, ആരാ, എന്തു വേണം എന്ന് ചോദിക്കുക. ആ സ്ത്രീ തിരിയുമ്പോൾ ആകെ ഭയത്തോടു കൂടെ നിധി പുറകോട്ട് പോകുന്നുണ്ട്. അങ്ങനെ സുഭാഷ് ചേട്ടാ എന്ന് വിളിച്ചവൾ അകത്തേക്ക് പോവാട്ടോ. എന്താ മോളെ, എന്ത് പറ്റി? ഈ സമയം അരീഷും നികേഷും സുധീഷൊക്കെ നല്ല ഉറക്കത്തിലായിരിക്കും. അങ്ങനെ മുന്നിൽ സ്വന്തം പ്രസവിച്ച അമ്മയെ കണ്ടതും സുഭാഷ് ആകെ ഭയക്കുന്നുണ്ട്. ഇത്രയും വർഷം മരിച്ചു പോയത് വിശ്വസിച്ചവരാണ് കൺമുമ്പിൽ വന്നു നിൽക്കുന്നത്. ഇത് ആരായിരിക്കും, ആരാ എന്ന് ചോദിച്ചു വരുമ്പോൾ ആ തലയിലുള്ള ആ സാരിങ്ങ് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുഖം വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ആ സമയം സുഭാഷും നെട്ടി നിധിയും ഇങ്ങനെ പരസ്പരം നോക്കുക. ഭാസ്കരം ശബ്ദം കേട്ട് ഭാസ്കരം എണീക്കുന്നുണ്ട്. ഭാസ്കരം അവിടെ വന്ന് തോർത്തുകൊണ്ട് ഇങ്ങനെ മുഖമൊക്കെ ഒപ്പിയതിനു ശേഷം ആ സാരി എടുത്ത സ്ത്രീയെ മുഖത്തെ അടുത്തേക്ക് വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആ ഒരു സ്ത്രീയെ കാണാൻ ഭാസ്കരും അന്തടിച്ച് പോവാണ് കേട്ടോ. ഓ, നീ തിരിച്ചു വന്നോ? നീ എന്നെ കൊന്നെന്നൊക്കെ പറഞ്ഞ് വലിയ ബഹളമായിരുന്നു. ദേ, അതിൻ്റെ ശിക്ഷ ഞാൻ 5-6 വർഷം ജയിലിൽ അനുഭവിക്കുകയും ചെയ്യൂ. എന്താപ്പോ തിരിച്ചു വരാൻ കാരണം? അച്ഛാ, ആരാ ഇത് എന്ന് ചോദിക്കുന്നുണ്ട് സുഭാഷ്. എടാ, നിന്റെ പ്രസവിച്ച തള്ളയെ നിനക്ക് മനസ്സിലായില്ലേ? ഇവളെ കൊന്നെന്ന് പറഞ്ഞിട്ടാ എല്ലാവരും കൂടെ പിടിച്ചെന്നെ ജയിലിലിട്ടത്. എന്താ ഇതൊക്കെ? ഇനി ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോഴും നികേഷും സുഭാഷും സുധീഷും എല്ലാവരും അരീഷൊക്കെ എണീറ്റ് വരുന്നുണ്ട്. അച്ഛൻ അമ്മയ്ക്ക് നേരെ പൊട്ടിത്തെറിക്കാണ്. എടി, നീ അന്ന് 25 വർഷങ്ങൾക്ക് മുമ്പേ നീ ഇവിടുന്ന് നിൻ്റെ ആങ്ങളയുടെ പേരും പറഞ്ഞ് ഇറങ്ങി പോകുമ്പോൾ ഞാൻ ഒരുപാട് അനുഭവിച്ചു. തീ തിന്നു. നിന്നെ കൊന്നെന്ന് നാട്ടുകാരും പോലീസുകാരും മുദ്രകുത്തി. ഈ ഭാസ്കരൻ അനുഭവിച്ചതൊന്നും ആരും അറിയുന്നില്ല. പക്ഷേ അന്നും ഇന്നും നീ എന്താണെന്നും ഞാൻ എന്താണെന്നും ഞാൻ പറഞ്ഞില്ല. നിന്റെ വിഷമം കൊണ്ട് നീ നിൻ്റെ ആങ്ങളയെ കാണാൻ പോയതാണെന്ന് തന്നെ ഞാൻ കരുതിയത്. നീ എൻ്റെ കൂടെ വരുന്നതും എൻ്റെ കൂടെ ജീവിക്കുന്നതും നിൻ്റെ വീട്ടുകാർക്കും ജീവന തുല്യം സ്നേഹിക്കുന്ന നിൻ്റെ ആങ്ങൾക്കും അത് സഹിച്ചില്ലായിരുന്നല്ലോ. അതുകൊണ്ട് നീ നമ്മുടെ 3 മക്കളെയും വിട്ട് നീ അവരുടെ കൂടെ പോയി. എന്നിട്ട് ഞാൻ പോലീസിലുമായി. ഇതെല്ലാം ആർക്കും അറിയില്ല. പിന്നെ നിന്നെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ നീ നിൻ്റെ വീട്ടിലുമില്ല, നാട്ടിലുമില്ല. നീ എവിടെയായിരുന്നു ഇത്രയും കാലം? എന്തിനാ ഈ ഭാസ്കരനെ തീ തിരിച്ചത്? അന്ന് മുതൽ ഇന്ന് വരെ ഒരു പെണ്ണിനെയും ഞാൻ സ്നേഹിച്ചിട്ടില്ല. ഒരാളെ ഭാര്യ ഇങ്ങോട്ട് കൊണ്ടുവരാനും ഞാൻ കരുതിയിട്ടില്ല. ആ സമയത്ത് നിധി ചോദിക്കും, അങ്ങനെയാണെങ്കിൽ നികേഷിൻ്റെ അമ്മ അവൾ എൻ്റെ ഭാര്യയാണെന്ന് ആരാ നിങ്ങളോട് പറഞ്ഞത്? അവളൊരിക്കലും എൻ്റെ ഭാര്യയല്ല. ഒരു സഹായം ചോദിച്ചോണ്ടേ എൻ്റെ ലോറിക്ക് മുമ്പിലേക്ക് ചാടിയ ഒരു പെണ്ണ് മാത്രം. അന്നേ അവളുടെ കയ്യിൽ കൈക്കുഞ്ഞായിട്ട് ഇതേ ഇവനുണ്ടായിരുന്നോ? എൻ്റെ മകനല്ല, അവളുടെ കുഞ്ഞാണ്. അവൾ ഇവിടെ അവനെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു. അവൾ ഇതിലും വലിയ ഫ്രോഡാണ്. പക്ഷേ ഇവളുണ്ടല്ലോ, സ്വന്തം കുടുംബക്കാരുടെ സ്നേഹം പറഞ്ഞ് പോയതാ. ഇപ്പം എന്തിനാടി നീ ഇങ്ങോട്ട് കയറി വന്നത്? വധശിക്ഷ വിധിച്ചതാ എന്നെ. എങ്ങനെയോ അവരെന്നെ കൊല്ലാതെ വിട്ടു. പക്ഷേ നിൻ്റെ ബോഡിയൊന്നും കിട്ടാത്തതുകൊണ്ടായിരിക്കാം എന്നെ അവർ വെറുതെ വിട്ടത്. നിന്നെ ചവിട്ടിക്കൊന്നെന്ന് പറഞ്ഞ് അതോടുകൂടെ ഈ വീട്ടിലും ഈ കുടുംബത്തിലും ഈ മക്കൾക്ക് വരെ പേരുദോഷം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എന്നാൽ അവിടേക്ക് വന്ന അവരുടെ അമ്മ സാരിത്തലപ്പ് വായിൽ പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയാണ് കേട്ടോ. അവർ മാപ്പെന്ന് പറഞ്ഞ് ഭാസ്കരൻ്റെ കാലിലേക്ക് വീഴാണ്. ഭാസ്കരന് ആ സമയം കണ്ണു നിറയാണ്. 25 വർഷം നീ എൻ്റെ കൂടെ ഇല്ലാത്തതിൻ്റെ വേദന, ഞാൻ അനുഭവിച്ച യാതനകൾ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. അങ്ങനെ ഒറ്റടിക്കൊന്നും നിന്നോട് എനിക്ക് ക്ഷമിക്കാനാവില്ല. എന്തിനാ ഞങ്ങളെ ഉപേക്ഷിച്ച് നീ പോയത്? അമ്മേ, നിങ്ങൾ മരിച്ചെന്ന ഞങ്ങളൊക്കെ വിശ്വസിച്ചത്. അച്ഛനും അമ്മയും സന്തോഷത്തോടെ ജീവിക്കുന്നത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇങ്ങനെ അച്ഛൻ അമ്മയെ കൊന്നെന്ന് പറഞ്ഞ്
ജയിലിലേക്ക് പോയതൊന്നും എനിക്കൊന്ന് ഓർക്കാൻ കൂടെ വയ്യെന്ന് സുഭാഷ് പറയുന്നുണ്ട്. മോനെ, നിന്നെ വിശ്വസിച്ച ഞാൻ പോയത്. നീ അനിയന്മാരെ പൊന്നു പോലെ നോക്കുമെന്ന് എനിക്കറിയായിരുന്നു. നീ അന്നു മുതലേ അച്ഛനും എനിക്കും താങ്ങും തണലായിരുന്നു. അതെ, ഞാനൊരിക്കൽ സ്കൂൾ വിട്ട് വന്നപ്പോഴാണ് അമ്മയെ അച്ഛൻ കൊന്നെന്നും പിന്നെ പോലീസ് അറസ്റ്റ് ചെയ്തെന്നൊക്കെ വാർത്ത കേട്ടത്. എനിക്കത് ഇതുവരെ ഉൾക്കൊള്ളാൻ വയ്യ. അച്ഛനും അമ്മയും എന്താണെന്ന് എനിക്ക് നന്നായി അറിയാവുന്നതല്ലേ എന്ന് പറയുന്നുണ്ട്. ആ സമയം നിധി അവരെയും കൊണ്ട് അകത്തേക്ക് പോവാണ് കേട്ടോ. സുധീഷും ഹരീഷും ഇതെല്ലാം കേട്ട് അന്താളിച്ച് നിൽക്കുക. എന്നാൽ നികേഷിൻ്റെ മനസ്സിൽ മറ്റൊന്നായിരുന്നു. ഈ കുടുംബത്തിൽ താൻ ആരുമല്ല, ഇവിടെ തൻ്റെ ഏട്ടന്മാരല്ല, തൻ്റെ അച്ഛനും അമ്മയല്ലെന്ന് ഓർത്ത് അവൻക്കാകെ വേദനിച്ച് അവൻ ഈ കുടുംബത്തിൻ്റെ അംഗമല്ലെന്ന് കരുതി അപ്പുറത്തേക്ക് മാറി നിൽക്കുക. ആ മാറി നിൽക്കുന്നതിൻ്റെ കാരണം നിധിക്ക് മനസ്സിലാകുന്നുണ്ട്. പെട്ടെന്നുണ്ടായ ഷോക്ക് ഈ വീട്ടിലെ ആരുമല്ലെന്ന് അവൻ മനസ്സിലാക്കിയിരിക്കുന്നു. ഇതെല്ലാം അവൻ്റെ സ്വന്തം ഏട്ടന്മാരല്ല, അച്ഛനും അമ്മയുമല്ല. അതോടുകൂടെ അവൻ തകർന്നു പോയെന്ന് നിധിക്ക് മനസ്സിലാകുന്നുണ്ട്. നിധി നികേഷിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എടാ പ്ലീസ്, നീ ഇങ്ങനെ വിഷമിക്കല്ലേ. അച്ഛൻ പറഞ്ഞ സത്യമായിരിക്കും. ഈ വീട്ടിലെ ഒരംഗമായിട്ടുള്ള ഇവരെല്ലാം നിന്നെ നോക്കിയത്. ചിലപ്പോൾ നിൻ്റെ അച്ഛൻ ഇവിടുത്തെ അച്ഛനല്ലായിരിക്കാം. എന്നാലും സ്വന്തം മകനെ പോലെ മറ്റുള്ളവരെ പോലെ തന്നെയാണ് നിന്നെയും കണ്ടത്. നീ അവരുടെ മകനാണെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ഇറക്കി വിട്ടോ? ഇല്ലല്ലോ. സ്വന്തം മക്കളുടെ കൂടെ വളരാൻ അനുവദിച്ചില്ലേ? ആ മനുഷ്യൻ്റെ വലിയ മനസ്സ് നോക്ക്. മനസ്സിലായി ഏട്ടത്തി, എനിക്ക് അച്ഛൻ്റെ വലുപ്പം മനസ്സിലായി. ഒരു അനാഥയായിട്ട് പോലും എന്നെ സ്വന്തം മക്കളുടെ കൂടെ ജീവിക്കാൻ അനുവദിച്ചില്ലേ? ആ അച്ഛൻ്റെ മഹത്വം എനിക്ക് മനസ്സിലായി. ഇപ്പോൾ എല്ലാം മനസ്സിലായി. ഈ അമ്മയെ കൊന്നെന്ന് കരുതി ഒരുപാട് വെറുത്തിട്ടുണ്ടെന്ന് പറയാണ്. അങ്ങനെ സുധീഷ് അമ്മയുടെ കൈകൾ പിടിക്കുന്നുണ്ട്. അമ്മയെ കണ്ടൊരു ഓർമ്മ പോലും എനിക്ക് കിട്ടുന്നില്ല. എന്നാലും അമ്മ ഒന്നും ഉണ്ടായിരുന്നെങ്കിൽ, അമ്മ വന്നിരുന്നെങ്കിൽ ഈ വീട് ഇങ്ങനെ ആവില്ലായിരുന്നെന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും ഈ വീടിന് കുറ്റം പറയുമ്പോഴും അമ്മയുണ്ടായിരുന്നെങ്കിൽ അച്ഛനോട് ഞങ്ങൾക്ക് വെറുപ്പായിരുന്നു അമ്മയെ കൊന്നേ. പക്ഷേ അച്ഛൻ ദൈവമാണെന്ന് ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലായി. ആരെയും കൊന്നിട്ടില്ല, സ്വയം വേദനകൾ ഉള്ളിലൊതുക്കി അച്ഛൻ ജയിലിൽ കഴിഞ്ഞു. അമ്മ എന്തിനാ ഞങ്ങളെ വിട്ടു പോയത്? അത് പറയാൻ സമയമായിട്ടില്ല. ഭാസ്കരേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നെ കൊന്നിട്ടില്ല. അച്ഛൻ ജയിലായപ്പോഴെങ്കിലും അമ്മക്ക് ഇത് പറയായിരുന്നില്ലേ? അതിന് ഞാൻ പുറലോകം പോലും ഞാൻ കണ്ടില്ലായിരുന്നു. എനിക്കറിയില്ലായിരുന്നു അച്ഛൻ ജയിലാണെന്നും. പിന്നീട് ഇപ്പോൾ എങ്ങനെ അമ്മ ഇവിടെ എത്തി? അങ്ങനെ അവർ ആ യാതന നിറഞ്ഞ കഥ പറയായിരുന്നു. അവരുടെ വീട്ടുകാരുമായിട്ട് വലിയ വീട്ടിലെ ഒരു അംഗമായിരുന്നു ഭാസ്കരൻ്റെ ഭാര്യ ആയിട്ട് മരിച്ചു പോയത് സുധീഷിൻ്റെയൊക്കെ അമ്മ. അങ്ങനെ അവരൊക്കെ ഉപേക്ഷിച്ച ലോറി ഡ്രൈവറുടെ കൂടെ അവർ ഒളിച്ചോടി വന്നത്. അങ്ങനെ ഇവിടെ താമസാക്കായിരുന്നു. 3 മക്കൾ ജനിച്ചതിന് ശേഷം അമ്മക്ക് തീരെ സുഖമില്ലെന്ന് പറഞ്ഞ് ഭാസ്കരൻ ഇല്ലാത്ത സമയത്ത് അവളുടെ ആങ്ങള വന്നത്. ആ ആങ്ങളയുമായിട്ട് ഏട്ടനുമായിട്ട് വളരെ കൂട്ടായിരുന്നു. ചെറുപ്പം തൊട്ടേ ഏട്ടനെ അനിയത്തിയെ വല്ലാതെ ജീവനായിരുന്നു. എന്നാൽ അനിയത്തി ഇങ്ങനെ ഒരു ഡ്രൈവറുടെ കൂടെ ഒളിച്ചോടിയപ്പോൾ അയാൾക്കത് സഹിച്ചില്ലായിരുന്നു. അങ്ങനെ ഏട്ടനും അനിയത്തിയും പിന്നെ കണ്ടാൽ മിണ്ടുപോലുമില്ല. ആ വീട്ടിൽ നിന്ന് പടിയടിച്ച് പിണ്ടം വെച്ചു. അങ്ങനെ ഇവരടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, നമ്മുടെ അമ്മയ്ക്ക് തീരെ സുഖമില്ല, നീ വരണമെന്ന് പറഞ്ഞ് കൊണ്ടുപോവുക. അങ്ങനെ ജോലി ചെയ്തെന്നിടത്തുനിന്നാണ് ഇവരെയുമായിട്ട് അവർ പോകുന്നത്. പിന്നെ അവരെക്കുറിച്ച് യാതൊരു വിവരമില്ല. സ്കൂളിൽ നിന്ന് കുട്ടികൾ പോലും അമ്മയെ കാണുന്നില്ല. അപ്പം ഈ ഭാസ്കരനോട് ദേഷ്യമുള്ള അനിയത്തിയും ചേട്ടനും കൂടി അവളെ ചവിട്ടിക്കൊന്ന് ഏതെങ്കിലും കാലിൽ താത്തി കാണും. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞിട്ടും കാണാതാവുമ്പോഴാണ് പോലീസ് ഇത് കേസെടുക്കുകയും ഭാസ്കരനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. എന്നാൽ ഈ സമയത്ത് ഈ സുധീഷിൻ്റെയും സുഭാഷിൻ്റെയൊക്കെ അമ്മ ഒരു തടവിലായിരുന്നു. അവളെ അമ്മയെ കാണാനായിട്ട് പോവുക. അമ്മ അവശ്യ നിലയിൽ കിടക്കുകയാണ്. എന്നാൽ തിരിച്ച് വീട്ടിലേക്ക് വരാം. അവരത്രയും നാണം കെട്ടിട്ടുണ്ടാകും. ഇവരിങ്ങനെ ഒളിച്ചോടി ഒരു ഡ്രൈവറുടെ കൂടെ പോയി. അത്രയും വലിയൊരു പണക്കാര വീട്ടിലെ ഒരു അംഗമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു അമ്മക്ക് അസുഖം എന്ന് പറഞ്ഞിട്ട് ഇവരെ വിളിച്ചു കൊണ്ടുവരുന്നത്. അങ്ങനെ ഇവർ അത്രയും വർഷങ്ങൾ ഒരു വീട്ടിനുള്ളിൽ പൂട്ടിയിട്ടതായിരുന്നു. അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടാണ് ഇവരിപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. അവർക്ക് നല്ലതുപോലെ ആ ഒരു റൂമിനുള്ളിൽ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞതുകൊണ്ട് തന്നെ നല്ലതുപോലെ നടക്കാൻ വയ്യ. അവരുടെ അമ്മ മരിച്ചു, അതുപോലെ അച്ഛനും മരിച്ചു. ആങ്ങൾക്ക് തീരെ വയ്യാത്തൊക്കെ ഒരു അവസ്ഥയിലായപ്പോൾ അവർ ആ വീടിൽ നിന്നൊരു ശല്യമാണെന്ന് മറ്റുള്ളവർക്ക് തോന്നിയപ്പോഴാണ് അവരവിടെ നിന്ന് പുറത്തേക്ക് വിടുന്നത്. ഈ അമ്മ അനുഭവിച്ച യാതനകളെല്ലാം കേട്ട് മക്കളെ പൊട്ടിക്കരയാണ്. അന്നേരത്ത് ഭാസ്കരൻ അവർക്കരികിലേക്ക് വരുന്നു. എനിക്ക് ഒന്ന് എന്നെ വിളിച്ചുകൂടായിരുന്നോ? എങ്ങനെ വിളിക്കും? എൻ്റെ കയ്യിൽ ഫോണുണ്ടോ? ഒരു റൂമിൽ തടവറക്കുള്ളിൽ ഒരു ഇരുട്ട് റൂമിൽ ഇത്രയും വർഷം ഞാൻ കഴിഞ്ഞത് ഭാസ്കരേട്ട. ആരെയും ചതിക്കാനുള്ള മനസ്സുകൊണ്ടല്ല. ഭാസ്കരേട്ടൻ വരുന്നവരെ കാത്തു നിന്നാൽ മതിയായിരുന്നു. അമ്മക്ക് സുഖമില്ല, പെട്ടെന്ന് അവിടെ എത്തണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഏട്ടൻ്റെ കൂടെ പോയി. ആ ഒരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. നിന്നെ എവിടേക്ക് അന്വേഷിച്ചു, ഒടുവിൽ നിന്നെ ഞാൻ കൊന്നെന്ന് വരെ ആളുകൾ തീർത്തു. എനിക്കറിയാം എന്ന് പറഞ്ഞ് ഭാസ്കരനും ഭാര്യയും കൂടെ കെട്ടിപ്പിടിച്ച്
പൊട്ടിപ്പൊളിച്ച് കരയുന്നുണ്ട് കേട്ടോ. മക്കളെല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു ഇതാവാട്ടോ. അച്ഛനെക്കുറിച്ചുള്ള എല്ലാ തെറ്റിദ്ധാരണയും മാറി. അതേപോലെ അമ്മ അവർക്ക് തിരിച്ചു വന്നു. കിളിക്കൂടിലെ പഴയ സന്തോഷം കളിയാടാണ്. നിധിക്കരികിലേക്ക് വന്ന് പറയും, മോള് നല്ല മോളാ. ആരാ? എൻ്റെ സുധീഷിൻ്റെ ഭാര്യയാണോ എന്ന് ചോദിക്കുമ്പോൾ സുധീഷിനെ ഒന്ന് നോക്കുന്നുണ്ട് നിധി. അതെ, അല്ല സുഭാഷിൻ്റെ കല്യാണം കഴിഞ്ഞില്ലേ, ഇനിയെല്ലാം നമുക്ക് ഒന്നിങ്ങനെ തുടങ്ങണം. എൻ്റെ മക്കളും മരുമക്കളും പേരക്കുട്ടികളായിട്ട് ഇനിയുള്ള കാലം എനിക്കിവിടെ കഴിയണം. ആര് വിളിച്ചാലും ഞാൻ പോവത്തില്ലെന്ന് പറയുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ തന്നെ ഈ വിവരം നാട്ടിൽ മൊത്തം പാട്ടാകുന്നുണ്ട് കേട്ടോ. ഭാസ്കരൻ്റെ ആദ്യ ഭാര്യ മരിച്ചിട്ടില്ല, അവർ തിരിച്ചു വന്നു. അങ്ങനെ ഭാസ്കരൻ്റെ ആദ്യ ഭാര്യയെ കാണാൻ നാട്ടിലൊക്കെ വരികയാണ്. അങ്ങനെ ഭാസ്കരൻ അപ്പോൾ അവിടെ നിന്ന് ഡയലോഗ് അടിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഈ ഭാര്യയെ ഞാൻ ചവിട്ടിക്കൊന്നെന്ന് പറഞ്ഞ് മുദ്ര കുത്തി എന്നെ ജയിലിൽ അടിച്ചു. ഇപ്പതേ എൻ്റെ ഭാര്യ പച്ചയായി തിരിച്ചു വന്നിരിക്കുന്നു. ഇനി ആർക്കാ എന്താ പറയാനുള്ളത്? അങ്ങനെ ആ ഒരു നാട്ടിലുള്ളവരൊക്കെ ഭാസ്കരൻ്റെ മഹത്വം മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഈ ഈ ഈ ഹരീഷുമായിട്ടുള്ള നീതുവിൻ്റെ വിവാഹത്തിലൊക്കെ അവർ സമ്മതിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ സുഭാഷിനെ നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തി സുഭാഷ് വിവാഹം കഴിക്കുകയൊക്കെ ചെയ്യുന്ന അടിപൊളി എപ്പിസോഡാട്ടോ. ഇതിനിടയിൽ നമ്മുടെ സുധീഷിൻ്റെയും നിധിയുടെയും വിവാഹം കഴിയുന്നുണ്ട്. പരസ്പരം യഥാർത്ഥ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അവർ ജീവിക്കുകയും ചെയ്യാൻ. അങ്ങനെ മരിച്ചുപോയെന്ന് വിശ്വസിച്ച ഇവരുടെ അമ്മ തിരികെ വരികയും കളിക്കൂടിൽ വീണ്ടും സന്തോഷം കളിയാടുകയും ഒക്കെ ചെയ്യുന്ന അടിപൊളി എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം. ഇതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് അടിക്കാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.